ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വട്ടോളിയച്ചൻ രാജിവെക്കാനുള്ള 10ാമത്തെ കാരണത്തിൻ്റെ തുടർച്ച. 10ാമത്തെ കാരണത്തിൻ്റെ ഒരു ഭാഗം, ആദ്യത്തെ ഭാഗം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അതിന് തുടർച്ചയായിട്ട് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എറണാകുളത്തും അല്ലാതെയും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പലരും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഒരുപാട് കുറച്ചൊക്കെ ശരികളുണ്ട്, പക്ഷെ കുറേ കാര്യങ്ങളിൽ തെറ്റുണ്ട്. അപ്പം നമ്മൾ അവർ പഠിപ്പിക്കുന്ന ആ തെറ്റായ സംഗതികളെ തിരിച്ചറിയാനും ശരിയായതെന്ത് സത്യമായതെന്ത് എന്ന് കണ്ടെത്താനുമുള്ള ഒരു ശ്രമമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു അവസരമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇതിപ്പോൾ വട്ടോളി അച്ഛന് മാത്രമുള്ള മറുപടിയല്ല, വിമത വൈദികർക്ക് മാത്രമുള്ള മറുപടിയല്ല, നമ്മുടെ സഭയെക്കുറിച്ചും ലിറ്റർജിയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിരുത്തി തന്നെ കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, വട്ടോളിയച്ഛൻ്റെ വാക്കുകൾ: യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ അന്തസത്തയെ തെറ്റായി മനസ്സിലാക്കിയ മഹാഭൂരിപക്ഷം വരുന്ന സഭാ മക്കളുടെ പ്രതിനിധികളാണ് അവരെന്ന് പറയുന്നത് ബസിലിക്കയുടെ ആൾത്താരെ തല്ലിത്തകർത്ത കൽദായവാദികൾ. അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അനുസരണമാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും പ്രഘോഷണത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായി വിശ്വാസി സമൂഹത്തെ കുട്ടിക്കാലം മുതൽ ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. 1 സാമുവേൽ 15:22 അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന വാചകമാണ് ഇതിനാധാരമായി ഉപയോഗിക്കുന്നത്. അമലേക്കരെ തോൽപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ആ നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരരുത് എന്ന യാഹ്വയുടെ കൽപ്പന ലംഘിച്ച് നല്ല മുട്ടാടുകളെയും കാളകളെയും രാജാവായ സാവുൾ കൊണ്ടുവരുന്നു. ഈ പ്രവൃത്തിയെ പ്രവാചകൻ സാമുവേൽ ദൈവകൽപ്പന ലംഘനമായി കണ്ടപ്പോൾ യാഹ്വയ്ക്ക് ബലിയർപ്പിക്കാനാണ് ഞങ്ങൾ അത് ചെയ്തത് എന്ന സാവൂളിൻ്റെ ന്യായീകരണത്തെ പ്രവാചകൻ സാമുവേൽ നേരിട്ടത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. സാഹചര്യത്തിൽ നടത്തിയെടുത്ത് എത്രയോ തലമുറകളെ നമ്മൾ പുരോഹിതന്മാർ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അനുസരണമല്ല, ചോദ്യം ചെയ്യലാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് എന്നല്ലേ ഇനിയെങ്കിലും പഠിപ്പിക്കേണ്ടത്. ഇതാണ് വട്ടോളിയുടെ 10ാമത്തെ കാരണം, രാജിവെക്കാൻ. അതായത് അനുസരണമല്ല, ചോദ്യം ചെയ്യലാണ് യേശു തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നത് എന്നല്ലേ ഇനിയെങ്കിലും പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് വട്ടോളി രാജിവെച്ചിരിക്കുന്നു. മനസ്സിലായോ? അതായത് ഇതുവരെ തലമുറകളായിട്ട് പഠിപ്പിക്കുന്നത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, അത് അങ്ങനെയൊന്നും അല്ല. ഈശോയുടെ ജീവിതം അതല്ല. ഈശോയുടെ ജീവിതം ചോദ്യം ചെയ്യലാണ്. അത് പഠിപ്പിക്കാനുള്ള ഒരു പ്രേരണ, അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയാണ് വട്ടോളി രാജിവെച്ചിരിക്കുന്നതെന്നാണ്. നമുക്ക് ഈ അവസാനത്തെ ഭാഗം വെച്ച് തുടങ്ങാം. അനുസരണമല്ല, ചോദ്യം ചെയ്യലാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് എന്നല്ലേ ഇനിയെങ്കിലും പഠിപ്പിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കുക. ചോദ്യം ചെയ്യൽ, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും ചോദ്യം ചെയ്യലും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവ് തന്നെ ഈ അന്ത്യത്താഴത്തിൻ്റെ ആ സമയത്തുള്ള ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. രണ്ട് വാക്കാണ്, ഗ്രീക്ക് വാക്കാണ്. നിങ്ങളെന്നെ ചോദ്യം ചെയ്യില്ല, പക്ഷെ ചോദിക്കുമോ? അപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് യാതൊരു തെറ്റുള്ള സംഗതിയല്ല. ചോദ്യം ചെയ്യുന്നത് മറ്റൊരു സംഗതിയാണ്. ഇൻ്ററഗേഷൻ, പോലീസ് ചോദ്യം ചെയ്യാൻ ഇല്ലേ, അതൊരു വ്യത്യാസമുള്ള സംഗതിയാണ്. ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉന്നയിക്കണം. മറിയം ചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. സ്നാപയോഹന്നാൻ ഈശോയോട് ചോദ്യം ചോദിച്ചു അല്ലേ, ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് ചോദിച്ചു, ഞങ്ങൾ വേറൊരുത്തനെ കാത്തിരിക്കണോ അതോ നീ തന്നെയാണോ? അപ്പം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ടതുണ്ട്, ഒരു സംശയം അക്കാര്യത്തിലില്ല. ഈ മൈനർ സെമിനാരിയിൽ 15 വയസ്സിലാണ് ഞാൻ മൈനർ സെമിനാരി ചേരുന്നത്. മൈനർ സെമിനാരിക്ക് വളരെ തിക്തമായ അനുഭവങ്ങൾ, ഒരുപാട് 3 വർഷം നല്ല തിക്തമായ അനുഭവങ്ങളായിരുന്നു. ആ അനുഭവങ്ങളുടെ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ 15 വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായി സെമിനാരി ചേർന്നു. ഒരു 2-3 മാസങ്ങൾക്കുള്ളിലുണ്ടായ ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. ഏതോ ഒരു കാര്യത്തിന് അന്നത്തെ ഒരു അച്ഛൻ, പഠിപ്പിക്കാൻ വന്ന ഒരു അച്ഛൻ്റെ പേരൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പം അദ്ദേഹം എന്തോ പരിശുദ്ധ തൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ഒരു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകില്ല. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം ഈ വാചകം വീണ്ടും ആവർത്തിച്ചു, ഇതൊന്നും ഒരു മനുഷ്യബുദ്ധിക്കും മനസ്സിലാകില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ രഹസ്യങ്ങളെക്കുറിച്ച് ഇതൊന്നും മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈപ്പൊക്കിയിട്ട് ഞാൻ ചോദിച്ചു, ഒരു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മനുഷ്യനായ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഒരു മനുഷ്യനും മനസ്സിലാക്കാത്ത കാര്യമാണിതെങ്കിൽ മനുഷ്യനായി ഞാൻ എന്തിനവിടെ ഇരിക്കണേ? അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്, അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി.
അതായത് മാലാഖമാർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ എങ്കിൽ ദൈവം എന്തിനാണിത് വെളിപ്പെടുത്തിയത്? അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞാൽ പോരെ? ഒരു മനുഷ്യന് മനസ്സിലാകാത്ത കാര്യങ്ങളാണെങ്കിൽ മനുഷ്യനായ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നമ്മുടെ സമയം തന്നെ ഇങ്ങനെ വേസ്റ്റ് ആക്കണേ? ഇതാണ് ഞാൻ ചോദിച്ചതിൻ്റെ പൊരുൾ. അദ്ദേഹത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങ് ദേഷ്യപ്പെട്ട് പറഞ്ഞു, യു സിറ്റ് ഡൗൺ ദെയർ എന്ന് പറഞ്ഞു, അവിടെ ഇരിക്കൂ. അപ്പം ഞാനൊരു ശല്യക്കാരനായിട്ട് മാറുകയാണ്. കാരണം എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കുന്നു. തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കണം. ഞാനങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഞാൻ മേജർ സെമിനാറിൽ ചെന്നപ്പോൾ ക്രിസ്തുധർമ്മ പ്രവേശകൻ എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചു. അതായത് അത് വായിക്കാൻ ഒട്ടും എളുപ്പമുള്ളതല്ല, നിങ്ങൾക്കറിയാലോ. എൻ്റെ മലയാളം ഞാൻ പരിഭാഷ പിന്നീട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വായിച്ചൊരക്ഷരം പോലും ദിവസം മനസ്സിലാകില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ചോദ്യങ്ങൾ ചോദിക്കണം. അതായത് പരിശുദ്ധ തൃത്വം മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. തുറന്ന ബുദ്ധിയാണെങ്കിൽ ദൈവം രഹസ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അപ്പോൾ അത് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഇതൊന്നും ഒരു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ദിവ്യ രഹസ്യങ്ങളെ തന്നെ വ്യഭിചരിക്കുകയാണ്. കാരണം മനുഷ്യർക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ഈ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നതുകൊണ്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ദൈവം തന്നെ വെളിപ്പെടുത്തണേ. അപ്പോൾ ഇതാണ് ക്രിസ്തുധർമ്മ പ്രവേശിക. അപ്പോൾ ഞാനത് സെമിനാരി വെച്ച് വായിച്ചു, കാര്യമായിട്ട് മനസ്സിലായില്ല. പക്ഷേ ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതിയപ്പോൾ, രണ്ടാമത്തെ പുസ്തകം എഴുതിയപ്പോൾ വചനവിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം ഒരു കമൻട്രി എഴുതിയപ്പോൾ ഞാൻ ആ പുസ്തകത്തിന് കോട്ട് ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ വായിച്ചപ്പോൾ ഒന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ഒരു പാരഗ്രാഫ് പോലും വായിച്ചാൽ മനക്ക് വലിയ പ്രയാസമാണ്. കാരണം എന്താണ്? ഈ ബെനഡിക്ട് 16 എന്ന് പറയുന്നത് ഐൻസ്റ്റൈനെ പോലെയൊക്കെ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ് ബെനഡിക്ട് മാർപ്പാപ്പ. അദ്ദേഹം ശാസ്ത്രജ്ഞന്മാർക്കും നിരീശ്വരന്മാർക്കും യുക്തിവാദികൾക്കും എല്ലാവർക്കും ശാസ്ത്രീയമായിട്ടും ഒരു വിശ്വാസത്തെയും വിശ്വാസ പ്രമാണത്തെയും വ്യാഖ്യാനിച്ചിരിക്കുക. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ മനസ്സിലാക്കാൻ പ്രയാസപ്പെട്ട് വരുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിട്ടുള്ളതിൽ ഈ പുസ്തകം തർജ്ജമ ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ആനന്ദമുണ്ടായത്. കാരണം ഇത്രയും ഉറച്ച പാറപ്പുറത്താണല്ലോ നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്നത് എന്നൊരു ആനന്ദം. അപ്പോൾ നമുക്ക് പ്രയാസമാണെന്ന് വെച്ചിട്ട് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല, പിന്നെയും പോകണം. ഞാൻ പറഞ്ഞു വന്നത്, ബെനഡിക്ട് മാർപ്പാപ്പയും പറയുന്നുണ്ട്, ഈ സത്യസന്ധരായിരിക്കാൻ ചോദ്യങ്ങൾ ഉന്നയിക്കണം. അപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യലും ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ഈ യേശു ചോദ്യം ചെയ്തതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നതിനെക്കുറിച്ച് ഈ വട്ടോളി നൽകിയിരിക്കുന്ന വ്യാഖ്യാനം അത് തീർത്തും തെറ്റല്ല. ആ സന്ദർഭത്തിൽ 1 ശമൂവേല് 15-ാമത്തെ അധ്യായത്തിലുള്ള സംഗതി തന്നെയാണ്. എങ്കിലും വട്ടോളി രാജിക്കുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, ബൈബിളിലെ വ്യാഖ്യാനം നൽകിയിരിക്കുന്നതല്ല. എങ്കിലും ആ സന്ദർഭം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുന്നതും അതിന് സാവൾ കൊടുക്കുന്ന ന്യായവും അതൊക്കെ ഒന്ന് ഒരല്പം അറിയുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് സന്ദർഭം നടത്തിയെടുത്തു എന്നൊക്കെ തന്നെയാണല്ലോ പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. എന്താണ് ആ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുള്ളത്? ആ തിരുവചനം കേൾക്കാം. അതിൻ്റെ ശരിയായ സന്ദർഭവും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്, ഈ വട്ടോളിയെ പോലുള്ളവർക്ക് ഉത്തരം കൊടുക്കാനായിട്ട്. 1 ശമൂവേല് 15-ാമത്തെ അധ്യായം 10 മുതലാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ശമൂവേലിന് യാഹ്വേയുടെ അരുളപ്പാടുണ്ടായി, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു, എൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നില്ല. ഇത് കേട്ടപ്പോൾ ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യാഹ്വേയോട് നിലവിളിച്ചപേക്ഷിച്ചു. പിന്നെ ശമൂവേൽ സാവൂളിൻ്റെ അടുക്കലെത്തിയപ്പോൾ സാവൂൾ അവനോട് പറഞ്ഞു, അങ്ങ് യാഹ്വേയാൽ അനുഗ്രഹിതനാകട്ടെ, ഞാൻ യാഹ്വേയുടെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. ശമൂവേൽ ചോദിച്ചു, എൻ്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും എൻ്റെ കാതുകൾ കേൾക്കുന്ന കാളകളുടെ മുക്രയിടലും എന്താണ് അർത്ഥമാക്കുന്നത്? സാവൂൾ പ്രതിവചിച്ചു, അവയെ അമലേക്യരുടെ പക്കൽ നിന്ന് ജനം കൊണ്ടുവന്നതാണ്. ആടുകളിലും കാളകളിലും ഏറ്റവും മേൽത്തരമായവയെ നിന്റെ ദൈവമായ യാഹ്വേയ്ക്ക് ബലി അർപ്പിക്കാൻ ജീവനോടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ശേഷിച്ചവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു. നിർത്ത്, ശമൂവേൽ സാവൂളിനോട് പറഞ്ഞു. യാഹ്വേ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അരുളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കാം. പറഞ്ഞാലും സാവൂൾ പ്രതിവചിച്ചു. ശമൂവേൽ ചോദിച്ചു, നിന്റെ സ്വന്തം ദൃഷ്ടിയിൽ നീ നിസാരനായിരുന്നിട്ടും യാഹ്വേ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കിയില്ലേ? ഇസ്രായേലിന്റെ രാജാവെ നിന്നെ അഭിഷേകം ചെയ്തില്ലേ? യാഹ്വേ നിന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് നിന്നോട് കൽപ്പിച്ചു, പോയി പാപികളായ അമലേക്കരെ നിർമൂലമാക്കുക, അവർ നശിക്കും വരെ അവരോട് പൊരുതുക. അങ്ങനെയിരിക്കെ എന്തുകൊണ്ടാണ് നീ യാഹ്വേയുടെ കൽപ്പന അനുസരിക്കാതിരിക്കുന്നത്? കൊള്ളവസ്തുക്കളുടെ മേൽ ചാടി വീണ് യാഹ്വേയ്ക്ക് അനിഷ്ടമായത് ചെയ്തത് എന്തുകൊണ്ടാണ്? സാവൂൾ ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ യാഹ്വേയുടെ കൽപ്പന അനുസരിച്ചു, യാഹ്വേനെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുകയും ചെയ്തു. അമലേക്യ രാജാവായ അഗാഗിനെ ഞാൻ പിടിച്ചു കൊണ്ടുവന്നു, അമലേക്യരെ നിർമൂലമാക്കി കളഞ്ഞു.
എന്നാൽ നശിപ്പിക്കപ്പെടേണ്ട സമർപ്പിത വസ്തുക്കളിൽ വിശേഷപ്പെട്ട ആടുമാടുകളെ കൊള്ള വസ്തുക്കളിൽ നിന്ന് എടുത്ത് ഗിൽഗാലിൽ നിന്ന് ദൈവമായ യാഹ്വയ്ക്ക് ബലിയർപ്പിക്കാൻ ജനം കൊണ്ടുവന്നിരിക്കുന്നു. ശമൂവേൽ ചോദിച്ചു, യാഹ്വയുടെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും ഹനനയാഗങ്ങളും അർപ്പിക്കുന്നതോ ഏതാണ് യാഹ്വയ്ക്ക് പ്രീതികരം? നോക്കൂ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. വിധേയപ്പെടുന്നത് മുട്ടാടുകളെ മേധസ്സിനേക്കാളും ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ തിന്മയും. നീ യാഹ്വയുടെ വചനം തിരസ്കരിച്ചതിനാൽ അവിടുന്ന് നിന്നെയും രാജസ്ഥാനത്തെയും തിരസ്കരിച്ചിരിക്കുന്നു. സാവൂൾ ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചു. യാഹ്വയുടെ കൽപ്പനയും അങ്ങയുടെ വാക്കും ലംഘിച്ച് ഞാൻ തെറ്റ് ചെയ്തു പോയി. എങ്കിലും എൻ്റെ പാപം ക്ഷമിച്ച് ഞാൻ യാഹ്വയെ ആരാധിക്കുന്നതിന് അങ്ങ് എന്നോട് കൂടെ വരണമേ. ശമൂവേൽ സാവൂളിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ വരില്ല. നീ യാഹ്വയുടെ വചനം തള്ളിക്കളഞ്ഞതിനാൽ യാഹ്വ നിന്നെ ഇസ്രായേലിന്റെ രാജ്യത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശമൂവേൽ പോകാൻ തിരിഞ്ഞപ്പോൾ സാവൂൾ അവന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു. അത് കീറിപ്പോയി. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിനകത്ത് വട്ടോളിച്ചൻ പറഞ്ഞ വ്യാഖ്യാനം തീർത്തും തെറ്റൊന്നുമല്ല. എങ്കിലും പല കാര്യങ്ങളും അവിടെ വട്ടോളിച്ചൻ മറച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിയില്ല. അപ്പം അതും ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവൻ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു, എൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നില്ല. കൽപ്പനകൾ പ്ലൂറലാണ്, ബഹുവചനം, പാലിച്ചില്ല. കൽപ്പനകൾ ബഹുവചനത്തിലാണ്. കർത്താവ് സംസാരിച്ചത് ബഹുവചനത്തിലാണ്. അതായത് യാഹ്വയുടെ കൽപ്പന ഞാൻ നിറവേറ്റുന്ന ഏകവചനത്തിലാണ് സാവൂൾ മറുപടി കൊടുക്കുന്നത്. കൽപ്പന ഞാൻ നിറവേറ്റി, കൽപ്പനകൾ നിറവേറ്റുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ കൽപ്പന നിറവേറ്റി, ഒരു കൽപ്പന നിറവേറ്റി എന്ന് സാവൂൾ മറുപടി. അതായത് സാവൂള് ചില കൽപ്പന പാലിക്കുന്നു, ചിലത് ലംഘിക്കുന്നു. ഇപ്പം മാത്രമല്ല, എപ്പോഴും സാവൂളിൻ്റെ രീതി അതാണ് സാവൂളിൻ്റെ ശൈലി. ഇതുകൊണ്ടാണ് യാഹ്വ രാജത്വം അവരിൽ നിന്ന് എടുത്തു മാറ്റിയത്. ഇത് വട്ടോളിക്കും വിമത വൈദികർക്കും മുന്നേറ്റക്കാർക്കും ചേരും. ചിലതെല്ലാം അവർ അനുസരിക്കും, അവർക്ക് താല്പര്യമുള്ളത്. കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനയും പാലിക്കില്ല. ഇപ്പോൾ വട്ടോളിൽ നിന്ന് പൗരോഹിത്യം കർത്താവ് എടുത്തു മാറ്റുകയായിരിക്കണം ഈ രാജിക്കത്തിലൂടെ. സാവൂളിൽ നിന്ന് രാജ്യത്വം എടുത്തു മാറ്റിയതുപോലെ വട്ടോളിൽ നിന്ന് പൗരോഹിത്യം എടുത്തു മാറ്റാൻ അത് ആഗ്രഹിച്ചിട്ടായിരിക്കും രാജി എങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അപ്പോൾ ഈ വട്ടോളിയുടെയും വിമതരുടെയൊക്കെ പ്രശ്നം എന്താണ്? ദൈവത്തിൻ്റെ ചില കൽപ്പന പാലിക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, എന്നാൽ എല്ലാ കൽപ്പനകളും പാലിക്കില്ല. അതിനടുത്തൊരു ഇരട്ടത്താപ്പുണ്ട്. ഇതാണ് സാവൂളിൻ്റെ ശൈലിയായത്. അപ്പോൾ സാവൂള് ഒരു പ്രാവശ്യം കൽപ്പന ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല രാജ്യത്വം എടുത്ത് മാറ്റപ്പെട്ടത്. എല്ലാ സമയത്തും ചില കൽപ്പന പാലിക്കും, ചിലത് പാലിക്കില്ല. ഇഷ്ടപ്പെട്ടത് പാലിക്കും, ഇഷ്ടപ്പെട്ടത് പാലിക്കില്ല. അതാണ് ഈ വട്ടോളിയുടെയും വിമതരുടെയും മുന്നേറ്റക്കാരുടെയും ഒക്കെ പ്രശ്നം. അവർക്ക് അവരുടെ ബുദ്ധിക്കും താല്പര്യത്തിനും ഉതകുന്നതാണെങ്കിൽ, അനുകൂലമാണെങ്കിൽ അതൊക്കെ അനുസരിക്കും, അല്ലാത്തതൊക്കെ ധിക്കരിക്കും, അതിന് ന്യായം പറയും. അതിനാൽ അവരിൽ നിന്ന് അവരുടെ ഈ പൗരോഹിത്യവും, രാജകീയ പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യവും ഒക്കെ കർത്താവ് എടുത്തു മാറ്റുകയായിരിക്കും ചെയ്യുന്നതെന്നാണ്, സാവൂളിൽ നിന്ന് എടുത്തു മാറ്റിയതുപോലെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 15-ാമത്തെ വാക്യത്തിൽ സാവൂൾ പ്രതിവചിക്കുകയാണ്, അവയെ അമലേക്കരുടെ പക്കൽ നിന്ന് ജനം കൊണ്ടുവന്നതാണ്. ആടുകളിലും കാളുകളിലും ഏറ്റവും മേൽത്തരമായവയെ നിന്റെ ദൈവമായ യാഹ്വയ്ക്ക് ബലിയർപ്പിക്കാൻ ജീവനായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ശേഷിച്ചവയെ ഞങ്ങൾ നിർമ്മൂലമാക്കി കളഞ്ഞു. ജനം, ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മാറ്റിയിരിക്കുക, രണ്ടായിട്ട് പറഞ്ഞിരിക്കുക. ഞങ്ങൾ കർത്താവിനനുസരിക്കുന്നു, പട്ടാളക്കാർ അവർ ധിക്കരിക്കുന്നു. ഇതാണ് സാവൂൾ കൊടുക്കുന്ന നീതിവൽക്കരണം. പട്ടാളക്കാരെ ബലിയാടാക്കി തലയൂരാനാണ് സാവൂൾ ശ്രമിക്കുന്നത്. ഇനിയും സാവൂൾ ഇങ്ങനെ ചെയ്യും. 15-ാമത്തെ അധ്യായം 20-21 ഇതന്നെ, ഈ അധ്യായത്തിൽ 20-21 സാവൂൾ ഇത് തന്നെ പറയുന്നുണ്ട്. അതായത് ഭരണകർത്താക്കളുടെ രീതിയാണ് ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി അവർ സ്വയം ന്യായീകരിക്കും. ഈ വിമതരും ഇത് തന്നെ ചെയ്യുന്നത്. അത് മുന്നേറ്റക്കാരാണ് ചെയ്തത്, അല്ലെങ്കിൽ അത് മറ്റവരാ ചെയ്തത്, ഇവരാണ് ചെയ്തത്. ഇങ്ങനെ ജനത്തെ പഴി പറഞ്ഞ് സ്വയം നീതിവൽക്കരിക്കുക, മറ്റുള്ളവരെ പഴിചാരി സ്വന്തം തെറ്റുകൾ ന്യായീകരിക്കുക. സാവൂൾ ചെയ്ത സംഗതി അതാണ്. വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും ചെയ്യുന്നത് തന്നെയാണ്. അവര് ഞങ്ങൾ ഇങ്ങനെ ഒരു ഭിന്നതയുണ്ടാക്കി ചില ആളുകൾ ബലിയാടാക്കി തങ്ങൾ നീതിമാന്മാരെന്ന് വരുത്തി തീർക്കുക. എന്നാൽ ശമൂവേൽ പ്രവാചകൻ സാവൂളിൻ ന്യായീകരണം സ്വീകരിക്കാൻ ഒരുക്കമല്ലായിരുന്നു.
രാജാവിൻ്റെ കള്ളത്തരം പ്രവാചകൻ അറിയാം. ശിക്ഷാവിധി കേട്ടതിന് ശേഷമാണ് സാവുൾ കുറ്റം സമ്മതിച്ചത്. ഇപ്പം നമ്മളിവിടെയും ഈ എറണാകുളത്ത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ശിക്ഷാവിധി കേട്ടതിന് ശേഷം പോലും കുറ്റം സമ്മതിക്കാണ്ട് നടക്കുന്നവരുണ്ട്. ചിലരെല്ലാം ശിക്ഷാവിധി കേട്ട് കഴിയുമ്പോൾ കുറ്റം സമ്മതിക്കും. അതുവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അവരങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇവരിങ്ങനെ ചെയ്തത് കൊണ്ടാണ് സാവുളിൻ്റെ പ്രശ്നം. അതാണ് വട്ടോളിയനും പ്രശ്നം തന്നെയാണ്. 22-ാമത്തെ വാക്യം 22-23. ശമൂവേൽ ചോദിച്ചു, യാഹ്വയുടെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും ഹോമയാഗം ഹനനയാഗങ്ങളും അർപ്പിക്കുന്നതോ ഏതാണ് യാഹ്വയ്ക്ക് പ്രീതികരം? നോക്കൂ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. വിധേയപ്പെടുന്നത് മുട്ടാടുകളെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. മർക്കടമുട്ടി വിഗ്രഹാരാധന പോലെ തിന്മയും. നീ യാഹ്വയുടെ വചനം തിരസ്കരിച്ചതിനാൽ അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തിരസ്കരിച്ചിരിക്കുന്നു. ബലികളോട് കർത്താവിന് താല്പര്യമില്ല എന്നല്ല അതിനർത്ഥം. വരാനിരുന്ന ഏക ബലിയുടെ, ക്രിസ്തുവിൻ്റെ ബലിയുടെ നിഴലുകളും പൂർവ്വരൂപങ്ങളുമായിരുന്നു മൃഗബലികൾ. മൃഗബലിയിൽ ദൈവത്തിന് താല്പര്യമൊന്നുമില്ല, പക്ഷെ ബലിയാണ് ദൈവത്തിന് ചേർന്ന ആരാധന. അത് വ്യക്തമാക്കാൻ ദൈവം തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഈ ബലിയർപ്പണം അതിന് ഒരുപാട് ചരിത്രമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബലികളൊക്കെ അർപ്പിക്കാനുള്ള ചരിത്രമുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിക്കാം. ഈ സ്വർണം കൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിച്ചു, 1-ാം പ്രമാണം ലംഘിച്ചു. അത് ഇസ്രായേലിൻ്റെ ആദ്യ പാപം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഉത്ഭവപാപം എന്നാ പറയുക. അതോടെ ഇസ്രായേൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു. അതുവരെ കുടുംബത്തിലെ ആദ്യ ജാതനായ പുത്രൻ, മകനാണ് പുരോഹിതനായിരുന്നത്. ആ പൗരോഹിത്യം കർത്താവ് എടുത്തു മാറ്റി. എന്നിട്ട് ലേവ്യ ഗോത്രത്തിന് പൗരോഹിത്യവും, ലേവ്യ ഗോത്രത്തിലെ അഹറോന്യ കുടുംബത്തിന് പൗരോഹിത്യവും ലേവ്യർക്ക് ഈ ദേവാലയ ശുശ്രൂഷയും കൊടുത്തു. ഈ ആദിജാതന്മാരെ അതുവരെ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരായിരുന്നു. കാരണം എന്താണ്? പുരോഹിതന്മാർ, ആദിജാതനായ മകൻ. ഇപ്പോൾ അവരിൽ നിന്ന് പൗരോഹിത്യം എടുത്തു മാറ്റിയപ്പോൾ ഈ അതേസമയം ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് അവർ. അപ്പോൾ ഈ ആദിജാതനെ ദേവാലയത്തിൽ സമർപ്പിക്കണം, എന്നിട്ട് എന്തെങ്കിലും കൊടുത്ത് അവന് കാശ് കൊടുത്ത് തിരിച്ച് വാങ്ങിക്കണം. ഇതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. പണം കൊടുത്തോ ആടിനെയോ അല്ലെങ്കിൽ കാളയെ കൊടുത്ത് ഈ കൊച്ചു ദൈവത്തിൻ്റെയാണ്, ആദ്യത്തെ മകൻ ദൈവത്തിൻ്റെയാണ്, അവനെ തിരിച്ചു വാങ്ങിക്കണം എന്നാണ്. ഇതിനാണ് ആദിജാതന്മാരെല്ലാം ദൈവത്തിന് പ്രതിഷ്ഠിക്കണം അല്ലെങ്കിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആ ആചാരം തുടങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഇവർ മർക്കടമുഷ്ടിയുള്ള ജനം എന്നാണ് നമ്മൾ പറയുന്നത്. മർക്കടമുഷ്ടി ഇല്ല, ഇങ്ങനെ ശരിക്ക് കുറച്ചുകൂടി നല്ല വാക്ക് അവർ സ്റ്റിഫ് നെക്കഡ് എന്നാണ്. ഇങ്ങനെ സ്റ്റിഫ് നെക്കഡ്, അനക്കില്ല. അപ്പോൾ ദൈവത്തിലേക്ക് തിരിയാത്ത ഈ തല, അതാണ് പ്രശ്നം. അപ്പോൾ ദൈവത്തിലേക്ക് തിരിക്കണം, ഇങ്ങനെ നിർബന്ധിച്ച് തിരിക്കണം. മർക്കടമുഷ്ടി എന്ന് പറയുന്നത് നമ്മൾ ഈ അല്ലേ കുരങ്ങൻ്റെ കയ്യിലുള്ളത് പോലെ ഇതാണ്. പക്ഷേ സ്റ്റിഫ് നെക്കഡ് എന്നാണ് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക്. ഇങ്ങനെ തല ഇങ്ങനെ വെട്ടിക്കില്ല, അതുപോലെ സ്റ്റിഫായിപ്പോയി ഇങ്ങനെ ഉറച്ചിരിക്കുക. ദൈവത്തിലേക്ക് നോക്കില്ല. അപ്പോൾ ദൈവത്തിലേക്ക് നോക്കാൻ ദൈവം കണ്ട മാർഗം എന്താണ്? രാവിലെ ബലിയർപ്പിക്കുക. അപ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞേ പറ്റൂ. ഉച്ചയ്ക്ക് ബലിയർപ്പിക്കുക, ദൈവത്തിലേക്ക് തിരിഞ്ഞേ പറ്റൂ. വൈകിട്ട് ബലിയർപ്പിക്കുക, തിരിഞ്ഞേ പറ്റൂ. അവരെ ദൈവത്തിലേക്ക് തിരിക്കാൻ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബലികളുടെ ഒരു സങ്കീർണ വ്യവസ്ഥ തുടങ്ങിയത്. നമ്മുടെ വട്ടോളിയുടെയും വിമതരുടെയും ഈ മുന്നേറ്റക്കാരൻ്റെ പ്രശ്നം എന്താണ്? എന്ത് ചെയ്താലും ദൈവത്തിലേക്ക് തിരിയില്ല. മർക്കടമുഷ്ടി മാത്രമല്ല, അവർ സ്റ്റിഫ് നെക്കഡാണ്. ദൈവത്തിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ പിശാച് കുരിശിനെ കണ്ട പോലെയാണ് ഇവർക്ക്. ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നം. അതായത് യാഹ്വയുടെ കൽപ്പന അനുസരിക്കില്ല, ഇല്ലേ? ആ അനുസരണമാണ് ബലി ആകേണ്ടത്, ദൈവത്തിലേക്ക് തിരിയാന്നുള്ളത്. അങ്ങനെ തിരിയാണ്ടായപ്പോഴാണ് ബലികൾ കൊടുത്തത്. ബലികൾ വേണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ? വാസ്തവത്തിൽ ബലികൾ ഏകബലിക്കൽ സൂചനകളാണ്. ആ ഏകബലി വരുമ്പോൾ പഴയ ബലികൾ വേണ്ട, അതുവരെ ബലികൾ വേണം. എന്തിനാ? ദൈവത്തിലേക്ക് തിരിയാൻ. ഇങ്ങനെ ഈ ഒരിക്കലും ദൈവത്തിലേക്ക് തിരിയില്ല എന്നുള്ള ആ സ്റ്റിഫ് നെക്കഡായിട്ടുള്ള മനുഷ്യരെ ദൈവത്തിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ് ദൈവം സങ്കീർണമായ ബലി സമ്പ്രദായങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഏക ബലി എന്ന് പറഞ്ഞ തൻ്റെ മകൻ്റെ കുരിശുമരണ ഏക ബലി സംഭവിക്കുന്നത് വരെ അത് തുടരണമായിരുന്നു. അത് പിന്നെ ദേവാലയം ഇല്ലാതായപ്പോൾ അത് നിന്ന് പോയി. അപ്പോഴും ഈ സിനഗോഗിലൊക്കെ ബലിക്ക് തുല്യമായ സംഗതികൾ, മൃഗബലികൾ ഇല്ലെങ്കിൽ പോലും അതിന് തുല്യമായ പ്രാർത്ഥനകളും മറ്റു കണ്ടിന്യൂ ചെയ്തു. ചുരുക്കത്തിൽ ബലി വേണ്ടെന്നല്ല കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനൊക്കെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ മൃഗബലിയേക്കാൾ ശ്രേഷ്ഠമായ ബലി അനുസരണമാണെന്നാണ്. ആരാധന രീതികളിൽ നിന്ന് ധാർമ്മിക ജീവിതത്തെ വേർപ്പെടുത്തുന്നത് യാഹ്വ വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അനുസരിക്കാതെ ബലി അർപ്പിച്ചിട്ട് കാര്യമില്ലെന്നാണ് അർത്ഥം. അനുസരണം ഒരു ധാർമ്മിക പോയിന്റാണ്.
ഇല്ലേ? മോറലായിട്ട് ചെയ്യുന്ന സംഗതിയല്ലേ അനുസരണം. മാതാപിതാക്കൾ ബഹുമാനിക്കണം, അതനുസരിക്കണ്ടേ? ഞായറാഴ്ച പള്ളി പോകണം, കർത്താവിന് പരിചിതമായി ആചരിക്കണം, അനുസരിക്കണ്ടേ? അപ്പോൾ അനുസരണത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന, ആ ധാർമ്മിക ജീവിതത്തിൽ മാറ്റി നിർത്തുന്ന ഈ അത് ബലിയെ ധാർമ്മിക ജീവിതത്തിൽ മാറ്റി നിർത്തുന്ന ആ രീതി കർത്താവിന് സ്വീകാര്യമല്ല. അനുസരണത്തെ ബലിയിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. ഇതേ പറഞ്ഞതിൻ്റെ അർത്ഥം. ധാർമ്മിക ജീവിതവും മതപരമായ ജീവിതവും ചേർന്ന് പോകണം, പൊരുത്തമുണ്ടാകണം. അനുസരണമില്ലാതെ ബലി അർപ്പിച്ചാൽ ബലിക്ക് വിലയില്ല. ഇപ്പം നിങ്ങൾ അർപ്പിക്കുന്ന ബലി, വട്ടോളിയും വിമത വൈദികരും അർപ്പിക്കുന്ന ഈ ജനാഭിമുഖ ബലി, അത് നിങ്ങൾ എത്ര എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവത്തിന് സ്വീകാര്യമല്ല. കാരണം ധിക്കാരമാണ്. ധാർമ്മികതയെ മതത്തിൽ നിന്നും, ആചാരത്തിൽ നിന്നും, വിശ്വാസത്തിൽ നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുക. അനുസരണത്തെ നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. തട്ടിൽ പിതാവല്ല, പാമ്പ്ലാനി പിതാവല്ല, സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ തീരുമാനിച്ച് തന്നാൽ പോലും അത് നമ്മുടെ സഭയോടോ മാർപ്പാപ്പയോടോ ശരിയായിട്ടുള്ള ഒരു അനുസരണത്തിൽ വരുന്നതല്ലാത്തത് കൊണ്ട് നിങ്ങൾ ജനാഭിമായിട്ട് കുർബാന അർപ്പിച്ചാൽ അത് ശരിയാകില്ല. അത് ദൈവത്തിന് സ്വീകാര്യമല്ല. അപ്പം ലത്തീൻ സഭയിലോ എന്ന് ചോദിച്ചാൽ, ലത്തീൻ സഭയാണ്, പാശ്ചാത്യ സഭയാണ്. അതിൻ്റെ നിയമങ്ങൾ വേറെയാണ്, അതിൻ്റെ കാനൺ നിയമം വേറെയാണ്, അതിൻ്റെ ലിറ്റർജിക്കൽ നിയമങ്ങൾ വേറെയാണ്. ഇനി ലത്തീൻ സഭയിൽ പോലും ഈ ജനാഭിമുഖ കുർബാന നിയമാനുസരണം നടപ്പാക്കപ്പെട്ടതല്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വന്നതാണ്. പക്ഷെ ലോകം മുഴുവൻ വ്യാപിച്ചതുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റാത്തൊരു കീറാമുട്ടിയായിട്ട് കിടക്കുകയാണ്. നമ്മൾ 50 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ഒന്ന് നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് വർഷങ്ങൾ എത്രയും 10-60 വർഷമായി. അപ്പോൾ ഈ 120 കോടി കിടക്കുന്ന ഈ ലത്തീൻ സഭയിൽ എങ്ങനെ ചെയ്യാവും? അവിടെയും അച്ഛന്മാരും മെത്രന്മാരൊക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. നമ്മുടെ മെത്രന്മാരും മാത്രമൊന്നുമല്ല ഇങ്ങനെ പ്രശ്നം. അതായത് സഭയുടെ ചരിത്രമോ ദൈവശാസ്ത്രമോ ലിറ്റർജിയോ വിശുദ്ധ പാരമ്പര്യങ്ങളൊന്നും പഠിക്കാതെ ചില സൈക്കോളജിയും ചില സ്പിരിച്വാലിറ്റിയും പഠിച്ച്, ഇല്ലേ, കുറച്ച് കാനലിലും പഠിച്ച് അച്ഛനാകുക, മെത്രാനാകുക, പിന്നെ എന്നിട്ടെല്ലാം അറിയാമെന്ന് വിചാരിച്ച് നടക്കുക. ഈ ഒരു പ്രശ്നമാണ് നമുക്ക് സഭയിലുള്ളത്. അതായത് ശരിക്കും അറിവുള്ളവരും ആ അറിവനുസരിച്ച് പെരുമാറാൻ കഴിയുന്നവരുമായിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. അവരുടെ വോയിസും വളരെ ചുരുക്കമാണ്. അതാണ് ഈ സഭയിൽ സംഭവിക്കുന്നത്. എനിവേ, ഞാൻ പറഞ്ഞു വന്നത്, ധാർമ്മിക ജീവിതം, അനുസരണം എന്ന ആ ധാർമ്മികത, അത് ബലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ദൈവം വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് സാവൂളിൻ്റെ കേസ്. കാരണം എന്താണ്? അനുസരണം എന്ന ധാർമ്മികത അത് ബലിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ ബലി കപടനാട്യമാണ്. വിമതരുടെ ബലി കപടനാട്യമാണ്. അതിന് ആരംഗീകരിച്ചു കൊടുത്താലും, ഏത് മെത്രാനാണെങ്കിലും അംഗീകരിച്ചു കൊടുത്താൽ അത് കപടനാട്യമാണ്. കപടനാട്യത്തിന് ഒരു നിയമത്തിൻ്റെയോ സർക്കുലറിൻ്റെയോ സമവായത്തിൻ്റെയോ അത് സമാധാനത്തിന് ഐക്യതയ്ക്കും വേണ്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ വാക്കുകളിലൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. അത് ചോക്ലേറ്റ് പൊതിഞ്ഞ വിഷമാണത്. അതുകൊണ്ടാണ് ഈ രാജ്യത്വം സാവൂളിൽ നിന്ന് എടുത്തു മാറ്റിയത്. നമുക്ക് നമ്മുടെ സഭയിൽ പലരെയും രാജിവെപ്പിച്ചതിൻ്റെയും കാരണങ്ങളൊക്കെ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. സാവൂളിനോട് ചെയ്തതുപോലെയാണ് കർത്താവ് നമ്മുടെ ചില മെത്രാന്മാരോടും ചെയ്തിരിക്കുന്നത്. എന്നിട്ടും മറ്റു മെത്രാന്മാരൊന്നും പാഠം പഠിച്ചിട്ടില്ല. അവർക്ക് ഇനി അടുത്ത പാഠം ദൈവത്തിൽ നിന്ന് വരും. അനുസരണക്കേടിനെ വിഗ്രഹാരാധനയായിട്ടാണ് ദൈവം വീക്ഷിക്കുന്നത്. അനുസരണക്കേടിനെ വിഗ്രഹാരാധനയായിട്ടാണ് ദൈവം വീക്ഷിക്കുന്നത്. ദൈവഹിതത്തിന് വിധേയമാകാതെ ബലിയർപ്പണത്തിൽ മനസ്സിരുത്തുന്നത് ശൂന്യവും മിഥ്യയുമായ ആരാധനയാണ്. യെശയ്യായുടെ പുസ്തകം പ്രവചനത്തിൽ 1:12-17, ഹോശയ്യ പ്രവാചകൻ 6:6 ഇവിടെയൊക്കെ ഇത് കാണാം. അപ്പോൾ അനുസരണക്കേടിനെ വിഗ്രഹാരാധനയായിട്ടാണ് കർത്താവ് കാണുന്നത്. വട്ടോളി താങ്കളുടെയും വിമത വൈദികരുടെയും മുന്നിട്ടിക്കലും അനുസരണക്കേടിനെ വിഗ്രഹാരാധനയായിട്ടാണ് കർത്താവ് കാണുന്നത്. അതുകൊണ്ട് അത് ദൈവത്തിന് പ്രസാദിച്ചതല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് സാവൂളിനെ തിരസ്കരിച്ചിരിക്കുകയാണ്. സാവൂളിന് രാജ്യത്വം എടുത്തു മാറ്റുകയാണ്. മുമ്പ് സാവൂളിന് കുടുംബഭാഷ എടുത്തു മാറ്റിയിരുന്നു 13-ാമത്തെ അധ്യായത്തിൽ. ഇപ്പോൾ രാജാവായി തുടരാനുള്ള അവകാശവും എടുത്തു കളയുന്നു. വട്ടോളിയിൽ നിന്ന് ഈ പൗരോഹിത്യം എടുത്തു മാറ്റിയതുപോലെ. പൗരോഹിത്യമാണെന്ന് വിചാരിക്കുക, എന്തിനാ രാജിവെച്ചെന്ന് എനിക്കറിയില്ല. അപ്പോൾ സാവൂള് ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചു, യാഹ്വയുടെ കൽപ്പനയും അങ്ങയുടെ വാക്കും ലംഘിച്ച് ഞാൻ തെറ്റ് ചെയ്തു പോയി. ഞാൻ ജനത്തെ ഭയപ്പെട്ട്, നേതൃത്വത്തിൻ്റെ പരാജയമാണ് സാവൂള് പറയണേ. ഞാൻ ജനത്തെ ഭയപ്പെട്ടു. ഈ തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും ജനത്തെ, മുന്നേറ്റക്കാരെ ഭയപ്പെട്ടിട്ടാണ് ഈ സമവായത്തിന് തയ്യാറായിരിക്കുന്നത്. അത് നേതൃത്വത്തിൻ്റെ പരാജയമാണ്. ദൈവത്തിൻ്റെ നിയമത്തോട് കൂറ് പുലർത്താൻ ജനത്തെ പ്രേരിപ്പിക്കാതെ പൊതുജനത്തിൻ്റെ പ്രീതി സമ്പാദിക്കാനായി ആദർശങ്ങൾ ബലി കഴിക്കുന്നവൻ
നല്ല നേതാവല്ല. സാവോൾ നല്ല നേതാവല്ല. ദൈവത്തിൻ്റെ നിയമത്തോട് കൂറു പുലർത്താൻ ജനത്തെ പ്രേരിപ്പിക്കുന്നതിന് പകരം പൊതുജനത്തിന് പ്രീതി സമ്പാദിക്കാനായി ആദർശങ്ങൾ ബലി കഴിക്കുന്നത് നല്ല നേതാക്കന്മാരുടെ ലക്ഷണമല്ല. ഇപ്പോഴത്തെ നമ്മുടെ സഭാ നേതൃത്വം നല്ല നേതൃത്വമല്ല. ശമൂവേൽ പ്രവാചകൻ സാവോളിന് കൂടെ പോകാതെ തിരിഞ്ഞപ്പോൾ സാവോള് അവൻ്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു. അത് കീറിപ്പോയി. ഈ നിലയങ്കിയുടെ വിളുമ്പിൽ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരം പ്രാർത്ഥനയാണ്. ഇപ്പം നമ്മൾ സെമിത്തേരിലേക്ക് ഓഫീസിന് പോയിട്ട് വരുമ്പോൾ ഊറാല ഇല്ലേ സ്പർശിക്കും, അതൊരു പ്രാർത്ഥനയാണ്. തിരുശേഷിപ്പ് സ്പർശിക്കും, അതൊരു പ്രാർത്ഥനയാണ്. ഈ ഏലീഷ പ്രവാചകൻ്റെ ശവകുടീരത്തിൽ ഒരാൾ വീണപ്പോൾ അവൻ ഇല്ലേ മരിച്ചാൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണ് തിരുശേഷിപ്പുകളെ കുറിച്ച് പറയുന്നത് ഏലീഷ പ്രവാചകൻ്റെ പഴയ നിയമത്തിൽ. അപ്പോൾ ഈ പ്രവാചകൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കുക എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. സാവോള് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാക്കിയത്, അത് സ്പർശിക്കാൻ പോയത്. പക്ഷേ ശമൂവേൽ പ്രവാചകൻ നീങ്ങിയതുകൊണ്ട് ഈ പിടിച്ച് വലിച്ച് അത് കീറിപ്പോയി. പ്രാർത്ഥന തന്നെ പിളർന്നു പോയി എന്നർത്ഥം. ഒരു പ്രവാചകന്റെ നിലയങ്കിയിൽ സ്പർശിക്കുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥിക്കുന്നതിന് പകരം അത് പിടിച്ചു വലിച്ച് അത് കീറിപ്പോയി എന്ന് വെച്ചാൽ അവൻ്റെ പ്രാർത്ഥന പോലും പാളിപ്പോയി. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളൊരു അവസ്ഥ പോലും അവർക്കില്ല. ദൈവത്തെ അനുസരിക്കാതെ വരുമ്പോൾ വട്ടോളിക്കും വിമതർക്കൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അവരുടെ ഈ തിരുവസ്ത്രം കീറിപ്പോകുകയാണ്. തിരുവസ്ത്രം അവർ പിടിച്ചു വലിക്കുമ്പോൾ അത് കീറിപ്പോകുകയാണ്, പ്രാർത്ഥനയാകുകയല്ല. എന്നിട്ട് ഇങ്ങോട്ട് പറയാണ്, അനുസരണമല്ല ചോദ്യം ചെയ്യലാണ് തൻ്റെ യേശു തൻ്റെ ജീവിതത്തിൽ നിന്നും കാണിച്ചു തന്നത് എന്നല്ലേ ഇനിയെങ്കിലും പഠിപ്പിക്കേണ്ടത്. അതെവിടെ നിന്ന് കിട്ടി ഈ വട്ടോളിക്ക് ഈ സന്ദേശം? എവിടെയാണ് യേശു എന്താണ് ഇത്ര ചോദ്യം ചെയ്തിരിക്കുന്നത്? സുവിശേഷങ്ങളിൽ ഫരിസയരുടെ കപടനാട്യത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടുണ്ട്. ദേവാലയത്തെ കച്ചവടത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം ഉണ്ടാകാം. തെറ്റായ വചനവ്യാഖ്യാനത്തെ കർത്താവ് ചോദ്യം ചെയ്തിട്ടുണ്ട്. സങ്കീർത്തനം 110 വ്യാഖ്യാനം ദാവീദിന്റെ പുത്രനാണ്, എന്താ കർത്താവ് എന്നല്ലേ പറയേണ്ടത് എന്നുള്ള വ്യാഖ്യാനം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ കോൺട്രവേഴ്സി കർത്താവ് തന്നെ ആരംഭിച്ചത്. മറ്റ് പലതും കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കർത്താവിന് ചോദ്യം ചെയ്തിട്ടുണ്ട്, അതിന് മറുപടികളും പറഞ്ഞു. അവന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു എന്നാണ്. പിന്നെ സാപത്ത് ലംഘിച്ചു എന്നാണ് പിന്നെ പറയണത്. മുണ്ടാടൻ പറഞ്ഞിരുന്നത് കർത്താവ് സാപത്ത് ലംഘിച്ചു. കർത്താവ് സാപത്ത് ലംഘിച്ചോ? കർത്താവ് സാപത്ത് ലംഘിച്ചുവെന്ന് കർത്താവിന് ശത്രുക്കളല്ലേ പറഞ്ഞത്? കർത്താവ് സാപത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ചെയ്തത്? പിന്നെ സാപത്തിൻ്റെ കർത്താവാണ്, അതായത് പടച്ചവനാണ് ഞാൻ, അതിനാൽ ഈ ശനിയാഴ്ചത്തെ സാപത്ത് ഞായറാഴ്ചയിലേക്ക് മാറ്റേണ്ടതാണ് എന്ന വ്യാഖ്യാനം അത് ഉത്ഥാനത്തോടെ സംഭവിക്കുന്നതിന് പ്രാരംഭമായിട്ട് തന്നെ ജീവിതകാലത്ത് പറയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കല്ലേ ചെയ്തത്? കർത്താവ് സാപത്ത് വല്ലതും ലംഘിച്ചിട്ടുണ്ടോ? സാപത്ത് ലംഘിച്ചുവെന്ന് ശത്രുക്കളാണ് പറഞ്ഞുണ്ടാക്കിയത്. പിന്നെ കർത്താവിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഈ ചോദ്യം ചെയ്യലാണോ? ആണോ? ഈ 15-ാം അധ്യായത്തിൽ 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അനുസരണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കുന്നത്. അതിന് മറ്റ് ചില വചനങ്ങളുണ്ട്, മറ്റ് ചില സംഭവങ്ങളുണ്ട്. കർത്താവിൻ്റെ വചനം മാത്രമല്ല, സംഭവങ്ങൾ. ലൂക്ക 2:51 പിന്നെ ഈശോ അവരോടുകൂടെ മറിയത്തോടും യോസഫിനോടും കൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. വിധേയനായിട്ട് അനുസരണമുള്ളവനായി ജീവിച്ചു. ദൈവമാണ് പറയണേ. പുത്രൻ തമ്പുരാൻ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി അപ്പൻ്റെ അമ്മയോടും കൂടെ പോയി നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. എത്ര കൊല്ലം? ഇത് 12-ാമത്തെ വയസ്സിലത്തെയാണ് കാര്യം പറയണേ. 30 വയസ്സ് വരെ 18 കൊല്ലം. ഈ 12-ാമത്തെ വയസ്സിന് മുമ്പും വിധേയനായിട്ട് ജീവിച്ചിരിക്കുന്നത്. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം നിധിയായിട്ട് സൂക്ഷിച്ചു. ഈ മകൻ തന്നെ അനുസരിച്ച് ജീവിക്കുന്നത് അമ്മ നിധിയായിട്ട് സൂക്ഷിച്ചു. കാരണം ദൈവം തമ്പുരാനാണത്. ആ ദൈവം തമ്പുരാനായ മനുഷ്യനാണ് ഈ മറിയത്തെ അനുസരിക്കുന്നത്, ജോസഫിനെ അനുസരിക്കുന്നത്, വിധേയപ്പെട്ട് ജീവിക്കുന്നത്. ചെറിയ സംഗതിയാണോ അത്? ഫിലിപ്പിയ ലേഖനം 2:6-8, 2-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെ, അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുതലെടുക്കണമെന്ന് വിചാരിക്കാതെ അടിമയുടെ രൂപമെടുത്ത് മനുഷ്യ സാരൂപ്യത്തിലായി തന്നെ ശൂന്യനാക്കി ആകൃതിയിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുതലെടുക്കണമെന്ന് വിചാരിക്കാതെ അടിമയുടെ രൂപമെടുത്ത് മനുഷ്യ സാരൂപ്യത്തിലായി തന്നെ ശൂന്യനാക്കി ആകൃതിയിൽ മനുഷ്യനായി വിളങ്ങി
തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ കുരിശിലെ ബലി, അതാണ് അനുസരണം എന്ന ബലി. അലംഘനീയമായ അനുസരണം എന്ന ബലി, മനുഷ്യന്റെ അനുസരണം. ദൈവം മനുഷ്യനായത് അതിനു വേണ്ടിയിട്ടാണ്. ഈ അലംഘനീയമായ, ലംഘിക്കാൻ പറ്റാത്ത അനുസരണം ദൈവത്തിന് കൊടുക്കാൻ. ദൈവത്തിന് ചേർന്ന ബലി എന്താണ്? മൃഗബലികളല്ല, പിന്നെന്താണ്? അനുസരണമാണ്. മനുഷ്യൻ ബുദ്ധിയുള്ള ജീവിയാണല്ലോ. ആ ബുദ്ധിയുള്ള ജീവി ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല ബലി എന്താണ്? അനുസരണം. എന്നാൽ അലംഘനീയമായ അനുസരണം കൊടുക്കാൻ നമുക്ക് കഴിയുമോ? മനുഷ്യർക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. നമ്മുടെ അനുസരണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞ് പോവല്ലേ. അപ്പോൾ അലംഘനീയമായ അനുസരണം, ഹൃദയത്തിൽ എഴുതപ്പെട്ട അനുസരണം, ഒരിക്കലും മാച്ചു കളയാൻ പറ്റാത്ത ആ ഉടമ്പടി, അത് മനുഷ്യർക്കാർക്കും കൊടുക്കാൻ പറ്റാത്തതിനാൽ ദൈവം തന്നെ മനുഷ്യനായി. എന്നിട്ട് ദൈവത്തിന് മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന്, ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് അലംഘനീയമായ അനുസരണം കൊടുത്തു. ആ അലംഘനീയമായ അനുസരണം മരണത്തോളമുള്ള അനുസരണമാണ്. അതിനെയാണ് ബലി എന്ന് പറഞ്ഞത്. അനുസരണമാണ് ബലി. അനുസരണമാണ് ബലി. അവൻ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ കുരിശിലെ ബലി എന്ന് പറഞ്ഞ അനുസരണത്തിലേക്ക് നമ്മളെ തന്നെ എടുത്തു വെക്കുന്ന മണിക്കൂറാണ് വിശുദ്ധ കുർബാന. അതിന് നമ്മൾ അനുവദിക്കണം. അത് ചെറിയൊരു അനുസരണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ പള്ളിയിൽ പോണ്ടേ? അങ്ങനെ അത് അനുസരിച്ചാലല്ലേ നമ്മെ അവൻ്റെ മണിക്കൂറിലേക്ക് എടുത്തു വെക്കാൻ കർത്താവിന് പറ്റൂ. അങ്ങനെ ചെല്ലുമ്പോൾ ഇല്ലേ, യോഗ്യതയുടെ ഭക്ഷണം ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുമ്പസാരിക്കേണ്ടി വരാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുസരണങ്ങൾ, ഇങ്ങനെ നമ്മുടെ കൊച്ചു അനുസരണങ്ങൾ കർത്താവിലേക്ക് എടുത്തു വെച്ച് കർത്താവ് അത് തൻ്റെ അലംഘനീയമായ അനുസരണമായിട്ട് പിതാവിന് കൊടുക്കുന്നു. ഈ അനുസരണത്തെയാണ് ശരിയായ ബലിയായിട്ട് ബൈബിൾ കാണുന്നത്. വട്ടോളി, വിമതരെ, മുന്നേറ്റക്കാരെ, ഇത് നിങ്ങളൊന്ന് കേൾക്കണം. മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞു എന്ന പേരിൽ നിങ്ങൾ കേൾക്കാതിരിക്കരുത്. ഇതൊന്ന് കേൾക്കൂ. ഇതല്ലേ സത്യമെന്ന് മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞ വ്യാഖ്യാനം നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ വ്യാഖ്യാനം ശരിയല്ലെന്ന് നോക്കൂ. ഇതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്നൊരു കാര്യം ഞാൻ പറയാം. ഹെബ്രായ ലേഖനം 5-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെ. അതുപോലെ തന്നെ ക്രിസ്തുവും മഹാപുരോഹിതനാകാൻ വേണ്ടി സ്വയം മഹത്വം എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതാണ്. അതുപോലെ അവിടുന്ന് മറ്റൊരിടത്ത് പറയുന്നു, നീ മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ്. സങ്കീർത്തനം 114. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉച്ചത്തിലുള്ള നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷകളും യാചനകളും അഭയയാചനകളും സമർപ്പിക്കുകയും അവന്റെ ഭയഭക്തി നിമിത്തം അവൻ കേൾക്കപ്പെടുകയും ചെയ്തു. പുത്രനായിരുന്നിട്ടും, വട്ടോളി, പുത്രനായിരുന്നിട്ടും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഒന്നുകൂടി കേൾക്കണേ. അതെ, 8-9 വാക്യങ്ങൾ. ഹെബ്രായ ലേഖനം 5, 8, 9. പുത്രനായിരുന്നിട്ടും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി, പരിപൂർണനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അവൻ അനുസരണം പഠിക്കുകയായിരുന്നു കഷ്ടങ്ങളിലൂടെ, സഹനത്തിലൂടെ. അനുസരണം സഹനമാണ്. അനുസരണം സഹനമാണ്. ഈ സഹനത്തിന് തയ്യാറല്ല വട്ടോളിയും വിമതരും. അതുകൊണ്ടാണ് ധിക്കരിച്ച് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കണേ. ചോദ്യം ചെയ്യലായിരുന്നില്ല കർത്താവിൻ്റെ ഏറ്റവും മുഖ്യമായ അജണ്ട. ഞാൻ കുരിശുമരണത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് പറയണേ. അതിൽ മരിക്കാൻ വേണ്ടിയല്ലേ അവൻ വന്നത്? ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ബലിയിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയാണ് ചോദ്യം ചെയ്യലായിരുന്നു. അത് അനുസരിക്കാൻ വേണ്ടി. ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ തൽഫലമായി ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും വഴിപാടുകളും അങ്ങ് ആഗ്രഹിച്ചില്ല, എന്നാൽ ഒരു ശരീരം അങ്ങ് എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും അങ്ങ് പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ന്യായപ്രമാണപ്രകാരം അർപ്പിക്കപ്പെടുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും അങ്ങ് ആഗ്രഹിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിക്കാനായി ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. ദൈവത്തിൻ്റെ ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കൽ അർപ്പിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അങ്ങ് ആഗ്രഹിച്ചില്ല, അങ്ങ് ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നതാണ് പഴയ നിയമത്തിൽ കർത്താവ് കോട്ട് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ നിന്നാണ്. സങ്കീർത്തനം 40, 6-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്
ഹോമയാഗവും ഭോജനയാഗവും അങ്ങ് ആഗ്രഹിച്ചില്ല, അങ്ങ് ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നതാണ്. ചെവികൾ തുളച്ചിരിക്കുന്നു. അതിന് ആ ചെവികൾ എന്ന വാക്ക് കർത്താവ് മാറ്റി. ചെവികൾ തുളച്ചെന്ന് മാറ്റിയിട്ട് കർത്താവ് കോഡ് ചെയ്തപ്പോൾ ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇല്ല. എന്തിനാണ് ചെവികൾ? നമ്മൾ ഇപ്പോൾ സെമിനാരിൽ പോകുമ്പോൾ എൻ്റെ അപ്പനമ്മയ്ക്ക് എന്താ പറഞ്ഞെന്നറിയുമോ? കണ്ടും കേട്ടും നടന്നോളോ. കണ്ടും കേട്ടും കേട്ടും ശരിയായി കേൾക്കുന്നതാണ് അനുസരണം. കണ്ടും കേട്ടും നടന്നോളെന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വെ അനുസരിച്ച് പെരുമാറിക്കൊള്ളുന്നതാണ്. അപ്പോൾ കണ്ടും കേൾട്ടുന്നാണ്. കേൾക്കെന്ന് പറഞ്ഞാൽ ശരിക്ക് കേൾക്കെന്ന് പറഞ്ഞാൽ അനുസരിക്കെന്നർത്ഥം. അപ്പോൾ ചെവികൾ തുളച്ചിരിക്കുന്നു പറഞ്ഞാൽ കേട്ട് അനുസരിച്ച് നടക്കാൻ. എവിടത്തോളം? ശരീരം ഹോമിക്കുന്നത് വരെ. അതുകൊണ്ടാണ് കർത്താവ് അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നെന്ന് പറയുന്നത്. അങ്ങ് എനിക്കൊരു എനിക്ക് തുറന്ന ചെവികൾ തന്നിരിക്കുന്നു എന്നാണ് സെപ്തജിന്തിൽ, ഹെബ്രായ പാഠത്തിലാണ് അങ്ങ് എനിക്ക് ചെവികൾ തുളച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ആ വചനം സങ്കീർത്തനം 40:6 വാക്യം മുതലുള്ളത് അത് കോട്ട് ചെയ്യുമ്പോൾ, കർത്താവ് കോട്ട് ചെയ്യുമ്പോൾ ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നതിന് പകരം അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. രണ്ടും തത്വത്തിൽ ഒന്ന് തന്നെ. പിതാവായ ദൈവത്തെ അനുസരിക്കുന്ന പ്രക്രിയയിൽ പിതാവായ ദൈവത്തെ കേട്ട് അനുസരിക്കുന്ന പ്രക്രിയയിൽ അവനവന് ശരീരം ഹോമിക്കണം കുരിശിൽ. ഇതാണ് കുരിശ് മരണം വരെയുള്ള അനുസരണം എന്ന് പൗലോസ് എഴുതിയത്. ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങൊരു ശരീരം സജ്ജമാക്കി, അതിനാൽ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ഇഷ്ടം ചെയ്യുക, അനുസരിക്കുക. എളുപ്പമായിരുന്നില്ലത്. അതുകൊണ്ട് നമ്മൾ ഗെത്സമൻ തോട്ടത്തിലേക്ക് പോകുകയാണ്. അവിടെ പുത്രൻ പറയാണ്, ഗെത്സമനിയിൽ പുത്രൻ പറയാണ്, അബ്ബാ, പിതാവേ, അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നീക്കണമേ, എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. പുത്രൻ മരണത്തെ മുഖത്തോട് മുഖം കാണുകയാണ്. അവനിൽ മനുഷ്യൻ്റെതായ എല്ലാ ധിക്കാരങ്ങളും ഈ കലഹങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ പിതാവിൻ്റെ ബലിത്തറയിൽ കൊണ്ടുവന്ന് പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തുകയാണ്. അതാണ് ഗെത്സമനിൽ സംഭവിച്ചത്. ആ ഗെത്സമനിൽ സംഭവിക്കുന്നത് പിറ്റേ ദിവസം കുരിശിൽ ശരീരത്തിൽ സംഭവിക്കുകയാണ്. മനസ്സുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം അനുസരിക്കുകയാണ് ഗെത്സമനിയിൽ. അത് ശരീരത്തിൽ അനുസരിക്കുകയാണ് കുരിശിൽ. അപ്പൊ കുരിശ് മുൻകൂട്ടി കാണുകയാണ് ഗെത്സമനിയിൽ. അതുകൊണ്ട് അവൻ രക്തം വിയർത്തൊക്കെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. പിതാവിൻ്റെ ഹിതം അനുസരിക്കുന്നതാണ് പുത്രൻ ചെയ്ത കാര്യം, പുത്രൻ്റെ ബലി. ഇതിനേക്കാൾ വലിയൊരു പ്രബോധനം കർത്താവ് നൽകിയിട്ടുണ്ടോ? ഈ കുരിശ് എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ലാതെ മരണം, അനുസരണം എന്ന മരണം എന്താണെന്ന് വെളിപ്പെടുത്താനുള്ള സംഗതി അല്ലാതെ മറ്റെന്ത് കാര്യമാണ് വട്ടോളി പഠിപ്പിച്ചിരിക്കുന്നത്? ചോദ്യം ചെയ്യണമെന്ന്. വട്ടോളിയുടെ ഇടവക്കാർ വട്ടോളി ചെയ്യുന്നതെല്ലാം ചോദ്യം ചെയ്തിരുന്നെങ്കിലോ? ചോദ്യങ്ങൾ ഉന്നയിക്കാം. ചോദ്യം ചെയ്യണം. എപ്പോഴാണെന്ന് അറിയാമോ? തെറ്റ് ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ വട്ടോളിയെ ചോദ്യം ചെയ്യാണ്. നമ്മുടെ മെത്രാന്മാരും ചിലപ്പോൾ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം അവർ തെറ്റ് ചെയ്യുന്നു, കർത്താവിൻ്റെ ഹിതമനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെന്ന് തോന്നുമ്പോഴാണ്. മാർപ്പാപ്പയുടെ അനുസരിക്കുന്ന തരത്തിലല്ല, ജനത്തിൻ്റെ ഈ ഹിതത്തിന് വിട്ടുകൊടുക്കുന്നതല്ല. ജനത്തിൻ്റെ ഹിതമൊക്കെ അറിയണം, പക്ഷേ അവരെ ദൈവത്തെങ്കിലേക്ക്, ഈ മുന്നേറ്റക്കാരുടെ ഹിതം അനുസരിച്ചിട്ട് അവരുടേക്ക് ചാഞ്ഞു കൊടുക്കുന്നതല്ല നേതൃത്വം, അതല്ല സമാധാനം, അതല്ല ഐക്യത. അത് തെറ്റായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്യുന്നു. എങ്കിലും അത് ധിക്കരിക്കാൻ വേണ്ടിയല്ല, ഒരിക്കലും ധിക്കരിക്കാൻ വേണ്ടിയല്ല. ശരിയായ വഴിയിലേക്ക് വരാൻ വേണ്ടിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറിച്ച് വട്ടോളി ചെയ്യുന്നതോ ധിക്കരിക്കല്ലേ? നിങ്ങൾ ഈ മെത്രാൻ സിനഡിനെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിലോ? നിങ്ങളെന്ത് ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്നു? അനുസരിച്ചുകൊണ്ടല്ലേ ചെയ്യേണ്ടത്? അല്ല, അങ്ങനെയല്ലേ വേണ്ടത്? ഞാനതുകൊണ്ട് പറയുകയാണ്, സാവൂളിൻ്റെ കാര്യം സന്ദർഭം അടർത്തിയെടുത്ത് പറയുന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുസരിക്കുകയും ഇഷ്ടമില്ലാത്തത് ധിക്കരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബലി ദൈവത്തിന് സ്വീകാര്യമല്ല. നമ്മളെല്ലാവരും പാപികളാണ്, നിങ്ങളും ഞാനും ഒക്കെ പാപികളാണ്. അത് നമുക്ക് മനസ്സിലാകും ദൈവത്തിന്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അനുസരിക്കുകയും താല്പര്യമുള്ള കാര്യം ജനത്തോണ്ട് നിർബന്ധിച്ചനുസരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ധിക്കരിക്കും. അത് നിങ്ങളുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് യോജിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് ഈ ദൈവം മനുഷ്യനായി വന്ന്
അനുസരണം മരണത്തോളം അനുസരിച്ചു. ആ ഒരൊറ്റ കാര്യമാണ് ഏക ബലി. അതാണ് സഭയുടെ നിലനിൽപ്പിൻ്റെ അടിത്തറ തന്നെ. ഈ ബലി ഇല്ലെങ്കിൽ സഭയില്ല, മറ്റൊരു സാമൂഹിക സംഘടനയായിട്ട് മാറും. ആ ബലിയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് യാതൊന്നുമില്ല കത്തോലിക്ക സഭയിൽ, ക്രിസ്തു ധർമ്മത്തിനില്ല. സഭയിൽ നിന്ന് വിട്ടുപോയവരൊക്കെ തിരിച്ചു വരേണ്ടതും ഇതുകൊണ്ട് തന്നെയാണ്. അതിനാൽ വട്ടോളി പറഞ്ഞ വ്യാഖ്യാനം ഒരു ചെറിയൊരു ഭാഗം ശരിയുണ്ടെങ്കിലും മഹാഭൂരിപക്ഷവും തെറ്റാണ്. തെറ്റെന്ന് വെച്ചാൽ മഹാ അപരാധമാണ്. ആ തെറ്റ് തിരുത്തണം, എന്നിട്ട് അനുസരിക്കണം. ഈ വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും പറയുന്നത് അനുസരിക്കാൻ പോകുന്ന സഭാ നേതൃത്വവും തെറ്റിൽ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരും തിരുത്തണം എന്ന് വിചാരിക്കുന്നു. സമയം കൊടുത്ത് ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്തൊരു നേതൃത്വം വന്നിട്ട് ഇവിടെ നടപ്പാക്കട്ടെ എന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നേതൃത്വത്തിന് ചേർന്നതല്ല. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് അത് വലിയ പ്രയാസം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, സത്യവിശ്വാസത്തിൽ വിചാരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ദൈവത്തിൻ്റെ കോടതിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനാൽ ഈ ജനത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയാൽ, സത്യവിശ്വാസികൾ ഇതുപോലെ കഷ്ടപ്പെടുത്തിയാൽ, അവരുടെ നിലവിളികൾ നിങ്ങൾക്കെതിരെ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഉണ്ടാകും. നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ നിലവിളികൾ കേൾക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ജനത്തെ, അതായത് മറുതലിച്ച് നിൽക്കുന്ന ജനത്തെ, മർക്കടമുഷ്ടിക്കാരായ ജനത്തെ അവരിലേക്ക് ചാഞ്ഞിരിക്കാതെ അവരെ ദൈവത്തിലേക്ക് തിരിക്കാനുള്ള നടപടികൾ എടുക്കുകയാണ് സഭാ നേതൃത്വം ചെയ്യേണ്ടത്. അത് ഈ വട്ടോളിയുടെ ഈ രാജിക്കത്തും ഞാൻ നൽകിയിരിക്കുന്ന വ്യാഖ്യാനവും നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ ശരിക്കും അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഇത് നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. ഇത് പഠിച്ചിട്ട് അതിന് ഉത്തരം കൊടുത്ത് ഇങ്ങനെയാണ് വേണ്ടതെന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമ്മുടെ സഭയുടെ വിജയം. നിങ്ങൾക്കങ്ങനെ ഒരു പ്രചോദനം കർത്താവ് നൽകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.